Hello kiddies, this is Anil once again. Welcome back to the online class. Let's recall what were the things we said in the last class. In the last class, we started the fourth scene of the My Sister's Shoes written by Majid Majidi. And we said that the scene actually sets in Ali's home, and both Ali and Zahra were sitting in a mattress and they were reading the textbook. And in the behind scene, actually father and mother conversating, and they were talking about the casual things, what's the things happening around them, and they were mentioning some names like Rahim and other people. So these are the things we said in the last class. Today we are moving into a new section, and it's the last part of our explanation. Let's roll on. Alternate close-ups of Ali and Zahra listening to their parents' conversation and looking at each other. പിന്നീട് കാണിക്കുന്നത് വളരെ ക്ലോസപ്പ് ആയിട്ടുള്ള വളരെ ചേർന്നുള്ളൊരു ഷോട്ടാണ്. ആ ഷോട്ടിൽ അലിയെയും സെഹ്റയും കാണിക്കുന്നുണ്ട്. അവർ അച്ഛനും അമ്മയും സംസാരിക്കുന്നതൊക്കെ നല്ലോണം കേട്ടുകൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുമുണ്ട്. കട്ട് ടു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് മദർ ലൈയിങ് ഓൺ ബെഡ്. ഇതുവരെ സ്ക്രീനിന് പുറത്തായിരുന്നു അച്ഛനും അമ്മയുമെങ്കിൽ അടുത്ത ഷോട്ടിൽ അച്ഛനെയും അമ്മയെയും കാണിക്കുന്നുണ്ട്. അടുത്ത ഷോട്ട് ഒരു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടാണ്. ആ ഷോട്ടിലൂടെ അമ്മ ആ ഒരു ബെഡിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണിച്ചു തരുന്നത്. Towards the left of the frame, leaning back against two propped up pillows. രണ്ട് തലയിണകൾ മുകളിലായി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ചാരി കിടക്കുന്ന അമ്മ. Father is sitting on the chair beyond the bed near the wall. അതുപോലെ തന്നെ ആ ഒരു ചുമരിനോട് ചേർത്തിട്ടിരിക്കുന്ന ആ കട്ടിലിന് പുറത്ത് ചുമരിനോട് ചേർത്തിട്ടിരിക്കുന്ന ഒരു കസേരയുടെ മുകളിൽ ഫാദർ ഇരിക്കുന്നുണ്ട്. ചോപ്പിംഗ് വുഡൻ ഫ്ലിൻസ് വിത്ത് എ ഹാമർ ഓൺ ദ ബ്ലോക്ക്. അപ്പോൾ അദ്ദേഹം അവിടെ ചെറിയൊരു പണിയിലാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കഷ്ണം അദ്ദേഹം ഇങ്ങനെ ചീകിക്കൊണ്ട് അതിൻ്റെ മേലെ ചുറ്റിക വെച്ചൊക്കെ അടിച്ച് അതിനെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ചതുരക്കട്ടയാക്കി മാറ്റാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. ബിഹൈൻഡ് ഹിം ആർ ടു ലെഡ്ജസ് ഓൺ വിച്ച് ആർ സീൻ സം വെസൽസ് ആൻഡ് ക്ലോത്ത്സ്. അദ്ദേഹത്തിൻ്റെ പുറകിലായിട്ട് രണ്ട് ചെറിയൊരു അലമാര അല്ലെങ്കിൽ ഒരു ചെറിയൊരു റാക്ക് പോലുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. അതിലാണെങ്കിൽ കുറച്ച് പാത്രങ്ങളും അതുപോലെ തന്നെ കുറച്ച് തുണിയും കാര്യങ്ങളും ഒക്കെ അവിടെ വച്ചിരിക്കുന്ന കാഴ്ച കൂടി ഈ സീക്വൻസിലൂടെ മജീദ് മജീദി കാഴ്ചക്കാരുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. Then our director making a close-up shot and showing our Ali and Zahra, they were listening what the parents were talking and they are looking at each other. Then next shot, actually it shows father and mother. Actually mother was lying on the bed and she was using pillows for that comfortable position, and her father, like not her father, actually Ali's and Zahra's father were sitting in a chair and it's very close to the wall, and he also walking like he was making some kind of a block, that means a square type of wooden thing with his hammer and other things. And behind that person you can see a rack, and on the rack actually they put it some kind of a grocery items and some clothes and other materials kept over. These are the things actually shown through these shots. Father, you should learn to live with it. പിന്നെയും ഒരു തമ്മിലുള്ള ഒരു സംസാരമാണ് അവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇതുമായിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടി പഠിക്കണം. ആൻഡ് കട്ട് ടു ക്ലോസ്-അപ്പ് ഓഫ് അലി റീഡിങ് ഫ്രം ദ ബുക്ക് ആൻഡ് സെഹ്റ ഹാസ് പാസ്ഡ് ഓൺ ഹിം. സോ ഓൾറെഡി സെഹ്റ എന്തോ എഴുതിയിട്ട് അലിയുടെ കയ്യിലേക്ക് ആ നോട്ട്ബുക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ആ എഴുതിയത് എന്താണെന്നുള്ളത് നമ്മളുടെ അലി ഒന്ന് വായിച്ചു നോക്കുന്നുമുണ്ട്. മദർ ഓഫ് സ്ക്രീൻ, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു നത്തിങ് ഓൾ ഡേ. എന്നിട്ട് അമ്മ അച്ഛനോടൊരു പരിഭവത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ്? ഞാനിങ്ങനെ ഒന്നും ചെയ്യാതെ എല്ലാ ദിവസവും ഇങ്ങനെ ഇരിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അപ്പോൾ അലി പിന്നീട് കാണിക്കുന്ന അലിയാണ്. അലി ആ നോട്ട്ബുക്കിൽ, സെഹ്റ കൊടുത്ത നോട്ട്ബുക്കിൽ എന്തോ ഒരു മറുപടി അവിടെ എഴുതുന്നുണ്ടായിരുന്നു. ഫാദർ ഓഫ് സ്ക്രീൻ, വെൽ ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആക്ച്വലി അത് തന്നെയാണ് നീ ചെയ്യേണ്ടത്. കാരണം ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ജോലി ചെയ്യരുത് എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. Ali writes, you can go to school with slippers, mumbling the words as he writes, and passes the notebook to Zahra and close up of the notebook. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അലി ആ നോട്ട്ബുക്കിൽ ഒരു മറുപടി എഴുതുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അലി എഴുതിയ കാര്യം ഇതാണ്:
നിനക്ക് സ്കൂളിലേക്ക് എന്തുകൊണ്ട് സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ട് ആ വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നിനക്ക് പോയിക്കൂടാ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ എഴുതുന്നതിനോടൊപ്പം തന്നെ അവൻ അത് ചെറുതായി പറഞ്ഞുകൊണ്ട് പിറുപിറുത്ത് പറഞ്ഞുകൊണ്ടാണത് എഴുതുന്നത്. അങ്ങനെ എഴുതിയിട്ട് ആ നോട്ട് ബുക്ക് സെഹ്റയ്ക്ക് പാസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു ഡയറക്ടർ ആ നോട്ട് ബുക്കിനെയാണ് സൂം ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇൻ ദിസ് പാർട്ട് യു ക്യാൻ സീ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ father and mother. Again, our director making them in a off screen, and further was saying that you can live with, you just want to adjust with everything. And but mother was, again, she was in some kind of a worried position, and she was asking like, what the hell I want to do? I just want to be sit without doing anything. But father was saying that doesn't matter. Actually doctor said that you don't want to walk anymore. And at the same time, our Ali was writing something on Sehra's notebook, and he was passing all those things, and he wrote, you can go to your school with your slippers. Actually some kind of a replay he had written on that notebook. Mother off screen, Kokab Khanum's sister had surgery and she is fine. അപ്പോൾ അമ്മയും അച്ഛൻ്റെയും ആ ഒരു സംസാരം അവിടെ തീരുന്നില്ല. അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, അച്ഛനോട് അമ്മ പറയുന്നുണ്ട് അവരുടെ സിസ്റ്ററിൻ്റെ സർജറി കഴിഞ്ഞു, ഇപ്പോൾ അവർക്ക് സുഖമാണ്. Cut to close-up of Sehra's taking the notebook and reading what Ali has written in it. അപ്പോൾ നമ്മളുടെ സെഹ്റ അലി കൊടുത്ത നോട്ട്ബുക്ക് കയ്യിലെടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്, എന്താണ് അവൻ എഴുതിയിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കുന്നുണ്ട്. ഫാദർ ഓഫ് സ്ക്രീൻ, ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അമ്മയോട്, നീ ഒരിക്കലും സർജറിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഒരു ഓപ്പറേഷനെ കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട. ആൾട്ടർനേറ്റ് ക്ലോസപ്സ് ഓഫ് സെഹ്റ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. അപ്പോൾ ഈ പറയുന്നത് കേട്ടുകൊണ്ട് അലിയും സെഹ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്നുമുണ്ട്. ആൻഡ് ഫർദർ ഓഫ് സ്ക്രീൻ, ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ആവുക അല്ലെങ്കിൽ വികലാംഗനാവുക എന്നൊരു കോൺസെപ്റ്റിനെയാണ് ക്രിപ്പിൾഡ് എന്ന് പറയുന്നത്. സോ അച്ഛൻ കുറച്ച് സങ്കടത്തോടു കൂടി തന്നെയാണ് അമ്മയെ ഒരു സർജറി നടത്തി ഒരു ക്രിപ്പിൾഡ് അല്ലെങ്കിൽ ഒരു വികലാംഗനെ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹാൻഡിക്യാപ്ഡ് ആക്കി മാറ്റേണ്ട എന്നൊരു കാര്യം കൊണ്ടായിരിക്കാം മേ ബി ഫാദർ അങ്ങനെ പറയുന്നത്. എനിക്ക് നിന്നെ ഒരു വികലാംഗനായി കാണാൻ താല്പര്യമില്ല. Cut to close-up and Sehra writing in the notebook. Again, നമ്മളുടെ സെഹ്റ എന്തോ അലി കൊടുത്തിരിക്കുന്ന മറുപടിക്ക് മറ്റൊരു മറുപടി അലി സെഹ്റ അവളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ വേണ്ടി തുടങ്ങി. So again, in this short also you can see that the conversation between father and mother was just making our father to comfortable like making a surgery. But father was not ready to make come with a surgery for his wife, and he was saying that I don't want to make you some kind of a handicapped person, so I don't want to allow a surgery for you. And at the same time, our Ali and Sehra they were very much busy with their writings, and they were actually Ali has passed that notebook, and Sehra read that one, and Sehra again replying to our Ali right now. Mumbling as she writes, Ali, you have some nerve. You lost my shoe. I'll tell Dad. Quick close-up of Ali looking at Sehra as she passes the notebook to Ali and close-up of the notebook. പിന്നീട് കാണിക്കുന്നത് ആ ഒരു മറുപടി എഴുതുമ്പോൾ നമ്മളുടെ സെഹ്റ, ആ കുഞ്ഞു സെഹ്റ ആ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അവൾ എഴുതിയ മറുപടി ഇതാണ്, ഞാനിത് അച്ഛനോട് പറഞ്ഞു കൊടുക്കും, നീ എൻ്റെ ഷൂ കൊണ്ട് കളഞ്ഞത് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്നാണ് അവൾ എഴുതിയത്. അത് കണ്ടതുകൊണ്ടായിരിക്കാം നമ്മളുടെ അലി അവളെ ഒന്ന് ഉറ്റു നോക്കുന്നുണ്ട്. എന്നിട്ട് ആ നോട്ട്ബുക്കിൽ എഴുതിയ കാര്യം വളരെ ക്ലോസപ്പായി കാണിച്ചു തരുന്നുണ്ട്. The conversation of their parents continues on the soundtrack, now less audible and interspersed by the beat of the hammer on the block and close-up of Ali writing in the notebook. ഇപ്പോൾ നമുക്ക് ആ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് അത്ര ഓഡിബിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ വിശദമായി കേൾക്കാൻ വേണ്ടി കഴിയില്ല, കാരണം ആ ചുറ്റികയുടെ ഒച്ച വളരെയേറെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാഴ്ച അലി സെഹ്റയ്ക്ക് മറുപടി എഴുതുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. Two close-ups of father walking on the other end of the room looking at the camera, interspersed with close-ups of Ali and Sehra, middle range shot showing them. പിന്നീട് കാണിക്കുന്നത് പെട്ടെന്നൊരു ഷോട്ടിലൂടെ അച്ഛൻ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതും ആ ക്യാമറയിലേക്ക് നോക്കുന്നതും, അതുപോലെ തന്നെ സെഹ്റയും അലിയും അവരുടെ ആ ഒരു മാട്രസിൽ ഇരുന്നുകൊണ്ട് അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഷോട്ടും കാണിച്ചു തന്നുകൊണ്ടാണ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. സോ എഗെയിൻ ആക്ച്വലി സെഹ്റ വാസ് റിപ്ലൈയിങ് ടു Ali like she was saying that she is going to say everything to
dad. Ali was little bit frightened, and Ali was writing a reply for her. And at the same time, they were like the parents were talking in the behind, but right now we couldn't hear what they were talking completely, because the sound of the hammer makes some kind of a disturbance. Then again Majid Majidi makes some shots, like a random shot, and it's showing, yes, at the same time the father, he was walking there, and the same time our Ali and Sahara were writing and passing the notebooks on other end. Writes in the notebook and passes it to Sahara. അലി എന്തോ ഒന്ന് എഴുതിയിട്ട് സഹറയ്ക്ക് പാസ് ചെയ്തു. സഹറ റീഡ്സ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ദ നോട്ട് ബുക്ക് ഇൻ എ വിസ്പർ. വളരെ കുറഞ്ഞ ചെറിയൊരു സൗണ്ടിൽ, വളരെ പിറുപിറുത്തുകൊണ്ട് അലി എന്താണോ എഴുതിയിട്ടുള്ളത് അത് അവൾ വായിച്ചു നോക്കി. സഹറ, ഇഫ് യു ടെൽ ഡാഡ് ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് us. അവൻ എഴുതിയതായിരുന്നു, നീ ഇത് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അടി കിട്ടും. ബിക്കോസ് ഹി ഡസൻറ്റ് ഹാവ് മണി ടു ബൈ യു എ പെയർ ഓഫ് ഷൂസ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്തിനാണ് തല്ലുന്നത്? കാരണം നിനക്കൊരു പുതിയ ഷൂ വാങ്ങിത്തരാനുള്ള പണം അച്ഛനില്ല. ആ ഷൂ കേടാക്കിയത് കൊണ്ട് തന്നെ നിനക്ക് തല്ല് കിട്ടും, അത് കളഞ്ഞതിന് എനിക്കും അടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനോട് പറഞ്ഞാൽ രണ്ടു പേർക്കും അടി കിട്ടും. സെഹ്റ റൈറ്റ്സ്, ദെൻ വാട്ട് ഷുഡ് ഐ ഡു? അപ്പോൾ സെഹ്റ വീണ്ടും ആ നോട്ട്ബുക്കിൽ മറ്റൊരു ചോദ്യം എഴുതി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇൻ ദ നോട്ട് ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു അലി. എന്നിട്ട് ആ എഴുതിയ കാര്യം അലിക്ക് പാസ് ചെയ്ത് കൊടുത്തു. അലി റൈറ്റ്സ്, യു ക്യാൻ വിയർ മൈ സ്നീക്കേഴ്സ് ആൻഡ് പാസസ് ദ നോട്ട് ബുക്ക് ബാക്ക്. അപ്പോൾ അലി അതിൽ ഉത്തരം എഴുതി, നിനക്ക് എൻ്റെ ഷൂ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, സ്കൂളിൽ പോകാം. ആൻഡ് എന്നിട്ടോ ആ നോട്ട്ബുക്ക് നമ്മളുടെ സെഹ്റയുടെ കയ്യിലേക്ക് കൈമാറി. സെഹ്റ റൈറ്റ്സ്, ഐ വിൽ വിയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ. എന്നിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ശരി, നീ സ്കൂളിൽ നിന്ന് വന്ന ശേഷം ഞാനത് ഉപയോഗിച്ചിട്ട് ഞാനതിട്ടിട്ട് സ്കൂളിലേക്ക് പോയിക്കോളാം എന്ന് നമ്മളുടെ സെഹ്റ എന്ത് ചെയ്തു, മറുപടിയായിട്ട് അലിക്ക് കൊടുത്തു. അഗെയിൻ അലി ആൻഡ് സെഹ്റ, the siblings are making some kind of a writing, their writing are going on that screen. Actually she just wrote it like she was going to say everything to dad, but Ali said that if you told everything to your our dad, he is going to beat both of us. And he said that you can wear my shoes and you can go to school. Yeah, finally our Sarah agreed with that suggestion, and she said that okay, I can wear your shoes and I can go to school. And she just the problem became some kind of a, what we can say, that a compromise situation. It reached on the compromise situation. During the passing of the notebook back and forth, only the notebook in close-up and hands are visible in the frame. Close-up of Sahra writing and the stub of the pencil breaks. Ali puts his pencil on the notebook for her to write. Sahra does not take that pencil. Close-up of pencil lying on the notebook. അടുത്ത് കാണിക്കുന്നത്, പിന്നീട് കാണിക്കുന്ന കാഴ്ചകളൊക്കെ അലിയും സെഹ്റയും തമ്മിൽ ആ നോട്ട്ബുക്കുകളിൽ എന്തൊക്കെയോ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന കാഴ്ചകളാണ്. പക്ഷേ രണ്ടുപേരെയും കാണിക്കുന്നതിന് പകരം അവിടെ കാണിക്കുന്നത് ആ നോട്ട്ബുക്കും അവരുടെ കൈകളും മാത്രമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന കൈകളും മാത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ പെൻസിലിൻ്റെ മുനയൊടിഞ്ഞു പോകുന്നുണ്ട്. അത് കണ്ടിട്ട് അലി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പെൻസിൽ അവൾക്ക് മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൾ ആ പെൻസിൽ എടുക്കാതെ അത് ആ നോട്ട്ബുക്കിൽ തന്നെ ലീവ് ചെയ്യുന്നു, അവിടെ തന്നെ ഇട്ടേക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഒരു ക്ലോസപ്പ് ഷോട്ട്, അല്ലെങ്കിൽ വളരെ അടുത്തു നിന്നുള്ളൊരു ഷോട്ടിലൂടെ കാണിച്ചു തരുന്നത് ആ നോട്ട്ബുക്കിൽ കിടക്കുന്ന ആ പെൻസിലും ആ നോട്ട്ബുക്കും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു അഡാപ്റ്റഡ് വേർഷൻ അവിടെ അവസാനിക്കുന്നത്. സോ അഗെയിൻ Ali and Sahra making some kind of a writings on their notebooks, and the Majid Majidi had showing some kind of their hands and their notebooks only they were showing. And finally, while she was writing on the notebook, the pencil has broken, and our Ali has given his pencil, but she don't want to take it, that one, and she leaves that pencil in that notebook itself. Then the close-up shot of the final close-up shot, it shows the notebook and the pencil lying on that mattress. Finally, we had finished our lesson and the complete explanation. If you had watched our previous videos, you know that we started from the first part, and right now we had finished our lesson. On the next video lesson, you can watch it and get it your activities from this lesson, so it will make it in a simple way. And I hope that you guys understood the things what we said in this period of time actually. And so I think it's enough for today, and we are winding up today's class. Just wait for the activity lesson on the next video lesson. Hello my dears, I hope that you understood the thing what we said in this previous time.
So if you have any kind of doubts, you can clarify with me.